അപ്പോൾ നമ്മൾ ഫാമിലെ കോഴിയെല്ലാം പിടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിന് ഫിമിഗ്രേഷൻ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇപ്രാവശ്യം 10,000 കോഴി നമ്മൾ 38 മുതൽ 40 ദിവസം കൊണ്ട് കോഴി പിടിച്ച് തീർത്തു. സാധാ ഫാമിലേറെ എത്രയോ വ്യത്യസ്തമാണ് ഈസി ഫാം. വളർച്ചയിലും പിന്നെ നോക്കുന്ന രീതിയിൽ തന്നെ ഒരുപാട് ലാഭമാണ്. കുറച്ച് നേരത്തെ കോഴി പിടിക്കാം. അപ്പോൾ കോഴി വേസ്റ്റുകളും കാഷ്ടങ്ങളെല്ലാം കോരി ക്ലീൻ ചെയ്ത് ഫിമിഗ്രേഷൻ ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മളിവിടെ 500 ടാങ്കായിരുന്നു കോഴിക്കൊക്കെ വെള്ളത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് മെഡിസിൻ കലക്കാൻ മാത്രമാണ്. പുറത്ത് 3000-4000 ലിറ്ററിൻ്റെ ടാങ്ക് വേറെ ഉണ്ട് എക്സ്ട്രാ. പക്ഷേ എങ്കിൽ നമ്മൾ വേറെ എക്സ്ട്രാ 1000 ടാങ്ക് കൂടി നമ്മളോട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ കോഴിൻ്റെ ഗുളിക ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗുളിക ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത് എഫക്റ്റ് ചെയ്യണമെങ്കിൽ 4 മണിക്കൂറോളം മാക്സിമം കഴിഞ്ഞിട്ട് നമ്മളെ വെള്ളം കൊടുക്കാൻ പാടും. അല്ലാണ്ട് നമ്മൾ ഗുളിക ടാങ്കിൽ വെള്ളം നിറച്ച് അപ്പോൾ ആ സമയത്ത് തന്നെ ഈ കോഴിൻ്റെ മെഡിസിൻ ടാബ്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് എഫക്റ്റ് ചെയ്യില്ല. അത് 4 മണിക്കൂറെങ്കിലും ആ വെള്ളത്തിൽ അത് ലയിച്ച് അതിൻ്റെ അണുക്കൾ ചാവണം. എന്നിട്ട് വേണം ചെയ്യാൻ. അതിനനുസരിച്ച് ഇപ്പോൾ നമുക്കൊരു 1000 ടാങ്ക് കൂടി നമ്മളോട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും കൂടി ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ക്ലീനിങ് കഴിഞ്ഞു. ഇത്തിള് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഫുമിഗ്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സാധാ ഫാമും ഈസി ഫാമും തമ്മിലുള്ള മാറ്റം ഫുമിഗ്രേഷനിൽ വീഡിയോയിൽ കാണാം എങ്ങനെയാണെന്നുള്ളത്. സാധാ ഫാം പോലെ തന്നെ ഫാമിൻ്റെ അടിയിൽ ബ്ലീച്ചിങ് പൗഡർ ഇത്തിള് കലക്കി അടിച്ചതിന് ശേഷം ഫാമിൻ്റെ ഉള്ളിൽ നമ്മൾ ഈസി ഫാമിൽ കേട്ടോ ബ്ലീച്ചിങ് പൗഡറും ഫോർമാലിനും പൊട്ടാസ്യം പെർമാംഗനേറ്റും മിക്സ് ചെയ്തിട്ട് ഒരു പുകയിക്കണ പരിപാടിയുണ്ട് ഈസി ഫാമിൽ. ഈ മേലുള്ള അണുക്കളൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ്. അതൊരു പാത്രം ഒരു 20 പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 10,600 സ്ക്വയർ ഫീറ്റിക്ക് ഒരു 20 പാത്രത്തിൽ ഫുള്ള് പാത്രത്തിലും ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഫില്ലാക്കണം. ഫില്ലാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു 200-500 സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് നമ്മൾ ഓരോ പാത്രം കെട്ടി ഇങ്ങനെ തൂക്കും. ഇങ്ങനെ തൂക്കിയതിന് ശേഷം ഇതിലൊക്കെ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മേലെ കവറിൽ ഫോർമാലിൻ കെട്ടിത്തൂക്കും. ഫോർമാലിൻ കെട്ടിത്തൂക്കിയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുന്നറിയാം, ഒരു തലക്കന്ന് ഫോർമാലിൻ്റെ കവറിന് ഒരു ഹോൾസ് ഇട്ടിട്ട് നമ്മൾ ഓടും. കാരണം മെല്ലെ മെല്ലെ നടക്കാനൊന്നും കഴിയില്ല. അത്രയും ഡേഞ്ചറാണ് ഈ പരിപാടി. ശ്വാസം തിങ്ങും മുട്ടും മരണം വരെ സംഭവിക്കും. കംപ്ലീറ്റ് അടച്ച ഒരു ഫാം ആയതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യും, പെട്ടെന്ന് എസ്കേപ്പ് ആകണം. ശരിക്ക് നമ്മൾ ഈ പാത്രം നിലത്തുനിന്ന് കഷ്ടി ഒരു 6 ഇഞ്ച് ഹൈറ്റിൽ താന്നു വരണം. ശേഷം നമ്മൾ ഈ ഫീഡർ മൊത്തത്തിൽ താത്തും
ഇനി ഫോർമാലിൻ കൂടി ഇതിനൊപ്പം കവറിലാക്കിയിട്ട് കെട്ടി ഡിസ്പോസലിൽ വെക്കും കേട്ടോ, കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ ശ്വാസം തിങ്ങുന്നുണ്ട്, കാരണം ഫുള്ള് മറിച്ച് അത്രയും അടച്ചുറപ്പിൽ ചെയ്ത സംഗതിയല്ലേ. ഈസി ഫാം ആകുമ്പോൾ ഉള്ളിലേക്ക് വേറെ കാറ്റും വെളിച്ചൊന്നും വരുന്നില്ലല്ലോ, അപ്പോൾ ഇത് കിടന്ന് വിങ്ങണം. അങ്ങനെ വിങ്ങിയിട്ട് 2 ദിവസം നമ്മൾ അടച്ചിടണം. അടച്ചിട്ടതിന് ശേഷം ഇതിലുള്ള അണുക്കൾ സീലിങ്ങിലും അവിടെയും ഇവിടെയൊക്കെ ഉള്ള കംപ്ലീറ്റ് അണുക്കളും ചാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഫോർമാലിൻ കൂടി കവറിലാക്കി കെട്ടി വെക്കും. അങ്ങനെ ഫോർമാലിന് കവറിൽ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര അടുത്ത് വെക്കണം. അടുത്ത് വെച്ച് കഴിഞ്ഞാലാണ് ഇത് ഹോൾസ് കുത്തിയ കറക്റ്റ് ഈ പാത്രത്തിലേക്ക് ചാടണം. ചാടുമ്പോഴാണ് ഇത് മിക്സ് ആകുമ്പോഴാണ് അതിങ്ങനെ പുകഞ്ഞ് ഒന്നായിട്ട് ഉള്ളിലാകെ ഒരു പൊടിപടലം പോലെ ഇങ്ങോട്ട് ആകെ മൂടി നിൽക്കണം ഉള്ളിൽ. മൊത്തത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഫീഡർ മൊത്തം നമ്മൾ എന്താ ചെയ്യണം, താഴ്ത്തി വെക്കും. അടിയിൽ ഒരു 6 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ താഴ്ത്തി വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ ഇത് ഓട്ട കുത്താൻ പോവാണ്. കവറിന് ഹോൾസ് കുത്തുകയാണ്. ഈ ഹോൾസ് കുത്തുമ്പോൾ കറക്റ്റ് ഈ പാത്രത്തിൽ ചാടണം. എങ്കിൽ പൊട്ടാസ്യം, പോർമഗനേറ്റ്, ബ്ലീച്ചിങ് പൗഡറും മിക്സായി, ഇപ്പോൾ ഫോർമാലിൻ മിക്സായി കഴിഞ്ഞാൽ അതിങ്ങനെ പുകഞ്ഞ് വരുള്ളൂ. പുകഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേഗം കുത്തി പെട്ടെന്ന് പുറത്ത് പോകണം, അല്ലെങ്കിൽ ശ്വാസം കിട്ടില്ല, ഡേഞ്ചറാണ്, മരണം വരെ സംഭവിക്കും. അപ്പോൾ നേരെ ഞങ്ങൾ എന്ത് ചെയ്യാണ്, കുത്താൻ പോവാണ്. കുത്തുന്നത് നമ്മൾ വീടെടുക്കില്ല, നമ്മൾ കുത്തി പെട്ടെന്ന് പുറത്ത് എസ്കേപ്പ് ആവുള്ള പരിപാടി ആയിക്കോട്ടോ. ഫീഡർ മൊത്തം താഴ്ത്തി വെച്ചു. തലക്ക് ഞങ്ങൾ കുത്തി പോകുന്നു. ഇനി ഡോർ അടക്കാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.